നമ്മൾ കാണാത്തത് കൊണ്ടാണ് കറവയ്ക്ക് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാത്തത്. കറവ കണ്ട് ഞാനൊരു പശുവിനെ എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര ലിറ്റർ പാല് കിട്ടുമെന്ന് കറക്റ്റ് വ്യക്തമായിട്ട് അതിന് കൺഫേം ചെയ്ത് കൊടുക്കും. ഇപ്പൊ എന്റെ വരുന്നത്, ഞാൻ എടുക്കുന്നത് മെജോറിറ്റി നിറജന പശുക്കളാണ്. എനിക്കൊരു വ്യക്തമായുള്ള ധാരണയുണ്ട്. എന്റെ കയ്യിൽ കൊണ്ടുവന്ന് എന്റെ കൺമുന്നിൽ നിന്ന് തന്നെ പ്രസവിച്ചു, അതിന്റെ കുട്ടിയെ എടുത്തു, അതിന്റെ പ്രസവം നോർമലാണെന്ന് ഞാൻ മനസ്സിലാക്കി, എന്നിട്ട് മാത്രമേ ഞാൻ അതിനെ സെയിൽ ചെയ്യത്തുള്ളൂ. പ്രസവിച്ച പശുക്കളെ കൂടുതൽ എടുത്താലും ഇവിടെ വന്നാൽ പാലാവത്തില്ല, പ്രസവം എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇതിന്റെ പ്ലാസന്റെ പോകുന്നത് ഏത് വിധം, പ്ലാസന്റെ മീൻസ് ഈ മറുപിള്ള അല്ലെങ്കിൽ മാവ് വീണത് എങ്ങനെയാണെന്ന് ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ഗർഭിണി പശുക്കളെ തന്നെ കൊണ്ടുവരുന്നത്. എന്റെ ബിസിനസ് സുഗമമായിട്ട് പോകുന്നത്. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കളെ കൊണ്ടുവന്ന് അതിന്റെ പ്രസവം എടുത്ത്, പിന്നെ ഈ തമിഴ്നാട്ടിലെ തീറ്റയിൽ പശുക്കൾ ആന പോലെയൊന്നും പെരുവത്തില്ല. അവർക്ക് തന്നെ സത്യം പറഞ്ഞാൽ അവർ ഈ ഗോതമ്പ് തവിടും ഈ കുച്ചിപ്പിണ്ണാക്കും ചോളത്തവിടും എല്ലാം മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ തീറ്റയിൽ പശുക്കൾ എപ്പോഴും ഇത്തിരി വാടി കുഴഞ്ഞേ ഇരിക്കത്തുള്ളൂ. അപ്പൊ കൊണ്ടുവരുന്ന പശുക്കളെ എന്റെ നിന്ന് കൊണ്ടുപോയി ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ നല്ല ആന പോലെ വലിപ്പം വെക്കുന്ന പശുക്കളുണ്ട്. കാരണം അത് നമ്മുടെ തീറ്റയുടെ പ്രത്യേകതയാണ്. അപ്പൊ പശുക്കളുടെ ആരോഗ്യം എന്ന് പറയുന്ന രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം. അല്ല തടിച്ചു കൊഴുത്ത് മെഴുകിയിരിക്കുന്ന പശുക്കളെ ആരോഗ്യമുള്ള പശുക്കളൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ പശുക്കൾക്ക് ഒരുപാട് തടിച്ചു കൊഴുത്തിരിക്കുന്ന പശുക്കൾക്ക് പാല് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഈ ഇതിനകത്ത് വന്ന് കുറെ പൊട്ടന്മാർ വന്ന് താഴെ കമന്റ് ചെയ്യുന്നുണ്ട്, ഈ ആരോഗ്യമുള്ള പശു എന്ന് പറയുന്നതാണ് ആരോഗ്യമുള്ള പശു, എല്ലും തോലും പശു. നിങ്ങളൊക്കെ എല്ലും തോലും എന്തോന്ന് കണ്ടിട്ടുണ്ടോ? ഒന്നത്. പിന്നെ രണ്ടത്, ആരോഗ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുക. രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം. അപ്പൊ രോഗമില്ലാത്ത പശു മാത്രമേ തീറ്റയും കുടിയും കുടിക്കത്തുള്ളൂ, പാല് ചെറുത്തത്തുള്ളൂ, പാല് കറക്കാൻ പറ്റത്തുള്ളൂ, കുട്ടിക്ക് പാല് കൊടുക്കത്തുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെ കുറെ ആൾക്കാർ സംസാരിച്ചിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. അപ്പം ആരോഗ്യമുള്ള പശുക്കളെ തന്നെയാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. പശുക്കളുടെ പാലിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടുന്ന് ഞാൻ കറവ കാണാതെ എടുത്തുകൊണ്ടിരുന്ന പശുക്കളാണ്. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വ്യക്തമായിട്ടുള്ള രീതിയിൽ അതിനെ കെയർ ചെയ്ത് തന്നെയാണ് കർഷകർ കൊടുക്കുന്നത്. കർഷകർ കൊണ്ടുപോയി അതുപോലെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഒരു പശുവിന് വ്യക്തവണ്ണം നല്ല പാല് കിട്ടത്തുള്ളൂ. നല്ല പാല് കിട്ടാനുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ അവരെ നല്ലതുപോലെ തീറ്റ കൊടുക്കുക. ഇപ്പം ഒരു ദിവസം കൊടുത്ത തീറ്റ പിറ്റേ ദിവസം കൂട്ടുമ്പോൾ അര കിലോ റേഞ്ചിൽ വെച്ച് തന്നെ കൂട്ടുക. അല്ലാതെ ഈ തോന്നിയ രീതിയിൽ ഇന്ന് 2 കൊടുത്തു, നാളെ 4 കൊടുത്തു, മറ്റന്നാൾ 3 കൊടുത്തു, അതല്ല. വ്യക്തമായ രീതിയിൽ 1/2 കിലോ വെച്ച് തന്നെ കൂട്ടിയെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ദഹനക്കേട് ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ആണ്. ദഹനക്കേട് അഥവാ വന്നാൽ തന്നെയും പശുക്കളുടെ പാലുൽപാദനം കുറയും. കുറഞ്ഞ പാലുൽപാദനം പിന്നീട് തിരിച്ചു കയറി വരാൻ വലിയ പാടാണ്. അപ്പം നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കഞ്ഞി, ചക്ക പോലുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക, തീറ്റ മിതമായ രീതിയിൽ കൊടുക്കുക, കൃത്യമായ ഇടവേളയിൽ പാല് കറന്നു മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ പശുവിന്റെ പാലുൽപാദനം കൂടത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഏത് പശുവിനെ എടുത്താലും ഒരു 1.5 ആഴ്ച നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയതിനു ശേഷവും നിങ്ങൾ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബ്ലഡിൽ ഹീമോപ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ വരുന്ന രീതിയിലുള്ള തൈലേറിയ, അനാപ്ലാസ്മ, ബബീഷിയോസിസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിംറ്റംസ് ഒന്നും കാണിച്ചെങ്കിൽ തന്നെയും ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ തന്നെയും നിങ്ങൾ വെറ്റിനറി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പശുവിന് ഒരു കുഴപ്പം